الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അവന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാനാണോ ആജ്ഞാപിച്ചിട്ടുള്ളത്, അപ്രകാരം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമാക്കുക. ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണമാകുന്ന യാത്രയെക്കുറിച്ച് ഏറ്റവും കൂടുതലായി നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുക. ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമം എപ്പോഴും കൈക്കൊള്ളണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ശക്തിയായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിനെ സമർപ്പിക്കേണ്ട മുറപ്രകാരം സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ മാതൃകാധന്യമായ മഹാനായ ഒരു പ്രവാചകനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾക്ക് വേണ്ടി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിച്ചു. അപ്രകാരം ഒരു സമർപ്പണത്തിന് ഏതൊരാളെയും പാകപ്പെടുത്തുന്നത് ആ ഒരു ത്യാഗസന്നദ്ധമായ ആദർശനിഷ്ഠയായ ആ ഒരു ജീവിതത്തിന് ഒരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഒരു സമൂഹമാകട്ടെ, അവരെ പാകപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ് എന്ന് നമുക്കറിയാം. ആ വിശ്വാസം കറകളഞ്ഞതാകുമ്പോൾ മാത്രമാണ്, പ്രമാണബദ്ധിതമായി ആ വിശ്വാസത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ സന്നദ്ധമാകുമ്പോൾ മാത്രമാണ് നിശ്ചയം ഒരാൾക്ക് തൻ്റെ ജീവിതത്തെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു സന്ദേഹവുമില്ല. അതുകൊണ്ട് തന്നെ മഹാനായ ആ പ്രവാചകന്റെ ജീവചരിത്രം വിശദീകരിച്ച വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസ തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
കൃത്യതയെക്കുറിച്ച്, വ്യക്തമായ വഴിയെക്കുറിച്ച് എല്ലായിടങ്ങളിലും പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവല്ലാത്ത ശക്തികളെക്കുറിച്ചുള്ള ഭയപ്പെടുത്തലുകൾ, അല്ലാഹുവല്ലാത്ത വ്യക്തികളെ കൊത്തിയുണ്ടാക്കിയിട്ട് അവയുടെ മുന്നിൽ പൂജ, നേർച്ച, വഴിപാട് കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ, അല്ലാഹുവിന് പുറമെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ച് അവയെ ഭയപ്പെടണമെന്ന് പറയുന്നവർ, അവരോടെല്ലാവരോടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റുമുട്ടൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവികമല്ലാത്ത ഒരു ഭരണകൂട വ്യവസ്ഥിതിയിൽ രാജാവിനോട് അദ്ദേഹം നടത്തുന്ന സംവാദത്തിൽ വരെ അള്ളാഹുവിൻ്റെ ഏകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിപാദ്യ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത് എന്ന് സുവ്യക്തം നമുക്ക് മനസ്സിലാകും. വിശുദ്ധ ഖുർആൻ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ നമ്മൾ കേട്ട് പരിചയിച്ച നമ്രൂദിന്റെ മുന്നിൽ കിരാതമായ, സ്വേച്ഛാധിപതിയായ, അഹങ്കാരിയായ, അങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ ഒരു ഭരണാധികാരിയുടെ നെഗറ്റീവുകളായിട്ട് നമുക്ക് പറയാനുണ്ടോ, ആ വിശേഷണങ്ങൾക്കെല്ലാം പാത്രീഭൂതനായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ മുന്നിലും അദ്ദേഹം ചെന്നു നിന്ന് പറഞ്ഞത് അലം തറ ഇലല്ലദീ ഹജ്ജ ഫീ ഇബ്രാഹീം റബ്ബഹ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമ തൻ്റെ റബ്ബിന്റെ വിഷയത്തിൽ തർക്കിച്ച ഒരുവന്റെ അരികിൽ അദ്ദേഹം നടത്തിയ തർക്കം എന്നാണ് ഖുർആൻ. നീ കണ്ടില്ലയോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നിടത്ത് അള്ളാഹുവിന്റെ പരമാധികാരമാകുന്ന ജനന മരണങ്ങളെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ആദ്യം നിർവഹിക്കുന്നത്. അത് എനിക്കും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഖാല അന ഉഹ്യി വ ഉമീതു, എനിക്കും അതിന് കഴിവുള്ള ഒരു ദൈവികമായ ഇലാഹിയായ ആധിപത്യമുള്ളവനാണ് എന്ന് നമ്രൂദിന്റെ തിരിച്ചുള്ള വർത്തമാനത്തിന് എങ്കിൽ എൻ്റെ നാഥൻ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്ന സൂര്യനെ നിനക്ക് കഴിയുമെങ്കിൽ ഒന്ന് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോവാ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ് അവിടെ പോലും നടത്തുന്ന സംവാദമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു. ഞാനിത് പറഞ്ഞത് ഇത്രത്തോളം പറഞ്ഞത് ആ വിശ്വാസപരമായ വിഷയത്തിൽ ഒരിക്കലും നമുക്ക് ഒരു പാളിച്ച സംഭവിക്കരുത് എന്ന് പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അത് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തതായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്തായിരിക്കണം വിശ്വാസം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 6-ാമത്തെ അധ്യായം സൂറ അൽ അൻആം എന്ന് പറയുന്ന ആ അധ്യായത്തിന്റെ 82-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്കുകളായി കൊണ്ട് ഖുർആൻ പറയുന്നു, അല്ലദീന ആമനു, വിശ്വാസികൾ എന്ന് പറയുന്നവർ ഒരു കൂട്ടം ആളുകളാണ്, ഒരു കൂട്ടരാണ്. എന്താണ് അവരുടെ സവിശേഷത? വലം യൽബിസു ഈമാനഹും ബിളുൽം, അവരുടെ വിശ്വാസത്തിൽ യാതൊരു നിലയിലുമുള്ള ക്രമക്കേടുകൾ, ളുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നാണ് അർത്ഥം. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമല്ലാത്തത് എന്നാണ്. യാതൊരു വിധത്തിലുമുള്ള ക്രമക്കേടുകൾ അവരുടെ വിശ്വാസത്തിൽ അവർ കൂട്ടിക്കലർത്തുകയില്ല. അപ്പോൾ ക്രമക്കേടുകൾ വരുന്ന എല്ലാ വിശ്വാസത്തെയും കൈയൊഴിച്ചിട്ടുള്ള വിശ്വാസികളെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലം യൽബിസു ഈമാനഹും ബിളുൽം, യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളോ അക്രമങ്ങളോ അനീതിപരമായിട്ടുള്ള യാതൊന്നും ആ വിശ്വാസത്തോട് കൂട്ടിക്കലർത്താത്തവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഭവ ഭേദ്യമാകുന്ന അവസ്ഥ അദ്ദേഹം ഉടനെ പറഞ്ഞു, ഉലൈക ലഹുമുൽ അംൻ. ഈമാൻ എന്ന് പറയുന്ന അതേ പദത്തിൽ നിന്ന്
നിഷ്പന്നമാകുന്ന, അതിൽ നിന്ന് തന്നെ ഉൽപ്പത്തി ഉണ്ടാകുന്ന നിർഭയത്വം എന്ന് പറയുന്നതിനെ മഹാനായ ആ പ്രവാചകൻ അവിടെ പറഞ്ഞു, വിശ്വാസത്തിൽ യാതൊരുവിധ ക്രമക്കേടും കൂട്ടിക്കലർത്താത്തവർക്കാണ് നിർഭയത്വമുള്ളത്. അപ്പോ ഭയമുണ്ടാക്കുന്ന ഒരു വിശ്വാസം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നിശ്ചയം അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം ശരിയായിട്ടില്ല. ഭയപ്പെടുത്തുന്നത് അത് വ്യക്തികളെ കുറിച്ചുള്ള ഭയപ്പാടുകളാകാം, ശക്തികളെ കുറിച്ചുള്ള ഭയപ്പെടുത്തലുകളാകാം, വസ്തുക്കളെ കുറിച്ചുള്ള ഭയപ്പെടുത്തലുകളാകാം. ഇത് മൂന്നും എല്ലാ കാലഘട്ടത്തിലുമുള്ള പ്രവാചകന്മാരുടെയും ഇക്കാലഘട്ടത്തിലുള്ളതായിട്ടുള്ള വിശ്വാസ ക്രമക്കേടുകൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരായിട്ടുള്ള എല്ലാ മതപുരോഹിതന്മാരായിട്ടുള്ള പാതിരിമാരായിട്ടുള്ള ആളുകളും ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു. തീർച്ചയായും ശൈത്വാൻ അവന്റെ ഔലിയാക്കന്മാരെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തുന്നു. ഇവിടെ ശൈത്വാൻ ആരാണ്? മനുഷ്യ പിശാചുക്കളാണ് എന്ന് തഫ്സീറുകൾ വിശദീകരിക്കുന്നു. ജിന്ന് പിശാചുക്കളല്ല, ജിന്ന് പിശാചുക്കളല്ല. ഇവിടെ ശൈത്വാൻ എന്ന് പറയുന്നത് തീർച്ചയായും പിശാചുക്കൾ അവർ ചെയ്യുന്നത് എന്താണ്? യുഹവ്വിഫു, ഭയപ്പെടുത്തുകയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഭയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഔലിയാഅഹു, അവരുടെ മിത്രങ്ങളെ. ചിലര് വ്യക്തികളെയാണ് മിത്രങ്ങളായി സ്വീകരിക്കുന്നത്. ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരുടെ പേര് പറഞ്ഞ്, അല്ലെ, ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചരിത്രത്തിലെ പുണ്യപുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ പേര് പറഞ്ഞ് അങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചിലർ അവരുടെ കോപമുണ്ടാകും. മറ്റു ചില ആളുകൾ ഔലിയാക്കന്മാരാകുന്ന ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില ആളുകൾ ശക്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ഗ്രഹനില ചൊവ്വാകാത്തത് കൊണ്ട്, ചൊവ്വാദോഷം സംഭവിക്കുന്നത് കൊണ്ട്, ഈ ഗ്രഹങ്ങളുടെ ജാതകം അത് പറഞ്ഞുകൊണ്ട് പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചില ആളുകൾ വസ്തുക്കൾ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കോഴിമുട്ടയോ അല്ലെങ്കിൽ സിഹറിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടത് ശൈത്വാൻ ആരാണ്? ശൈത്വാൻ ഈ പേടിപ്പെടുത്തുന്ന സകലമാന മനുഷ്യരുമാണ്. നമ്മുടെ പള്ളിക്കൽ ഇമാമ് നിൽക്കുന്ന മൊയ്ലിയാർ പേടിപ്പെടുത്തുന്ന ആളാണ് എങ്കിൽ, മുസ്ലിയാർ പേടിപ്പെടുത്തുന്ന ആളാണ് എങ്കിൽ, മുസ്ലിയാർ ആ പേടിപ്പെടുത്തുന്ന അല്ലാഹുവല്ലാത്ത ശക്തികളെ കുറിച്ച് പറഞ്ഞ്, അല്ലാഹുവല്ലാത്ത വ്യക്തികളെ കുറിച്ച് പറഞ്ഞ്, അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുത്താൻ വേണ്ടി അവർ മുന്നിൽ വെക്കുന്നുണ്ട് എങ്കിൽ അവരാണ് ശൈത്വാൻ, അവരാണ് മനുഷ്യ പിശാചുക്കൾ. ഇനിയോ എന്താണ് ഔലിയ? അവർ പേടിപ്പെടുത്താൻ വേണ്ടി സ്വീകരിക്കുന്ന എന്താണോ അതാണ് അവരുടെ മിത്രം. ചില ആളുകൾ വ്യക്തികളെ ആയിരിക്കും, ചില ആളുകൾ ശക്തികളെ ആയിരിക്കും, ചില ആളുകൾ വസ്തുക്കളെ ആയിരിക്കും. എങ്ങനെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും ശരി, അങ്ങനെ ഭയപ്പെടുത്തുന്നവർ ശൈത്വാനുകളാണ്. ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവർ മിത്രങ്ങളായി സ്വീകരിച്ചിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഖാഫൂഹു, അവയൊന്നും നിങ്ങൾ ഭയപ്പെടരുത്. ഈ ഇസ്ലാമിന്റെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിന് നിരക്കാത്ത എന്തൊരു സംഗതിയും ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. അത് എവിടെ നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും നമുക്ക് വായിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ വായിക്കുന്നു എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് കൃത്യമായി പറഞ്ഞ അതിന്റെ പ്രഥമമായ ദൗത്യവും പ്രഥമമായ ക്ഷണവുമാകുന്ന ആ ഖുർആനിന് വിരുദ്ധമായ ഒരു ഹദീസും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഹദീസ് ലോകത്ത് നിരുപാധികം അംഗീകരിച്ചു പോന്നിട്ടുള്ള വിഷയവുമാണ്. ഫലാ തഖാഫൂഹും, അങ്ങനെയുള്ള ഒരു വസ്തുക്കളെയും നിങ്ങൾ ഭയപ്പെടരുത്, അങ്ങനെയുള്ള ഒരു വ്യക്തികളെയും നിങ്ങൾ ഭയപ്പെടരുത്, അങ്ങനെയുള്ള ഒരു ശക്തികളെയും നിങ്ങൾ ഭയപ്പെടരുത്. മറിച്ച് വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. അപ്പൊ ഭയപ്പാട് ആരോടുണ്ടാകുന്നത്? ഭയപ്പാടുണ്ട്. അതാരോടാണ്? അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോടാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കാരുണ്യം എനിക്ക് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ഭയം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ശിക്ഷയിലേക്ക് ഞാനെങ്ങാനും എടുത്തെറിയപ്പെട്ടാലുണ്ടാകുന്ന ഭയം, അതാണ് നമ്മുടെ പേടി.
അല്ലാതെ സൃഷ്ടികളാകുന്ന ഈ സൃഷ്ടാവല്ലാത്ത ബാക്കിയുള്ള മഖ്ലൂഖ് എന്ന് പറയുന്ന സൃഷ്ടികളെ നമുക്ക് ഭയമില്ല. അങ്ങനെ ഭയമില്ലാത്ത ഒരു വിശ്വാസത്തെയാണ് ഉലൈക ലഹുമുൽ അംൻ, നിർഭയത്വം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന, നിർഭയത്വം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു വിശ്വാസം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അവിടെ നിന്ന് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായത്തിൽ 175-ാമത്തെ വചനത്തെ അല്ലാഹു തആല അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാത്തിനെയും, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശൈത്വാനുകളാകുന്ന മനുഷ്യ പിശാചുക്കളെയും ഭയപ്പെടുത്താൻ വേണ്ടി അവർ മിത്രങ്ങളായി സ്വീകരിക്കുന്ന മുഴുവൻ മിത്രങ്ങളെയും നിങ്ങൾ പൂർണ്ണമായും കൈയൊഴിച്ചുകൊണ്ട് അവയോട് ഒരു ഭയവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികളാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹുവിനെ മാത്രമാണ് ഭയം എന്ന് പറയണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. എത്രയോ വസ്തുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടും എത്രയോ വ്യക്തികളെ ഭയപ്പെടുത്തിക്കൊണ്ടും എന്തെല്ലാമോ കാര്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടുമാണ് പലപ്പോഴും നമ്മളോട് ഇസ്ലാമിക ലോകത്ത് പോലും മുസ്ലിം സമൂഹത്തിൽ പോലുമുള്ള ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശമല്ല. ഈ വിശ്വാസം നമുക്ക് ശരിയല്ലാത്തത് കൊണ്ട്, ഈ വിശ്വാസം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനോ മനസ്സിലാക്കിയെടുക്കുവാനോ നമ്മൾ സന്നദ്ധമല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും ഇസ്ലാമാകുന്ന നിയമത്തെ നമുക്ക് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു സമർപ്പിതമായ ഒരു മുസ്ലിമായ ജീവിതം എനിക്കും നിങ്ങൾക്കും നയിക്കാൻ കഴിയാത്തത്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പോലെ ഭയപ്പെടുന്നവരാണ് എങ്കിൽ നിശ്ചയം നമുക്ക് അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് മാത്രമേ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കഴിവിൻ പരമാവധി നമ്മൾ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അവനെ സമർപ്പിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള ഭയത്തോടുകൂടി നമ്മളെപ്പോഴും ശ്രദ്ധാപൂർവം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനത്തെ ഒരു മനസ്സിനെയാണ് അല്ലാഹു തആല സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ ആയത്ത് പറഞ്ഞതിന് ശേഷം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. വിശ്വാസത്തോടൊപ്പം ഒരു കലർപ്പുമില്ലാതെ, യാതൊന്നും കൂട്ടിക്കലർത്താതെ, ക്രമക്കേടുകളുള്ള ഒന്നും, അതൊരു ഈത്തപ്പഴയുടെ കൂമ്പോളയാകാം, അതൊരു കോഴിമുട്ടയുടെ തോടാകാം, അതല്ലെങ്കിൽ അത് അസ്മാഇന്റെയും തൽസമാത്തിന്റെയും ആളുകൾ വരച്ചു വെക്കുന്ന എന്തെങ്കിലും ചിത്രങ്ങളാകാം. അങ്ങനെ ഉള്ള ഒന്നും നമ്മളെ ഭയപ്പെടുത്താത്ത ഒരു നിർഭയത്വ വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും നടന്നെടുക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നു, വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗ പ്രാപിച്ചവർ, സന്മാർഗദർശികൾ അവരാണ്, സന്മാർഗത്തെ പുൽകിയവർ അവരാണ് എന്ന് അല്ലാഹു തആല പറയുന്നു. തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും അല്ലാഹു തആല പറയുന്നു, വതിൽക ഹുജ്ജത്തുന, ഇതാണ് നമ്മുടെ പ്രമാണം. വതിൽക ഹുജ്ജത്തുന, ഇതാണ് നമ്മുടെ പ്രമാണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് അല്ലാഹുവിന്റെ പ്രമാണം എന്ന് അല്ലാഹ് പറയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ദൂതന്, അല്ലാഹുവിനാൽ നിയമിക്കപ്പെട്ട നിർദ്ദേശം നൽകപ്പെട്ട വഹി നൽകപ്പെട്ട ദൂതന് ഈ വിശ്വാസത്തിനെതിരായി കൊണ്ട് ഒരു വിശ്വാസം സ്വീകരിച്ചു എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതെ, വതിൽക ഹുജ്ജത്തുന, നമ്മുടെ പ്രമാണം ഇതാണ്, ന്യായ പ്രമാണം, അതാണ് ഹുജ്ജത്ത്. നമ്മുടെ പ്രമാണം ഇതാണ്, നമ്മുടെ ന്യായ പ്രമാണം അത് ഇതാകുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അതൈനാഹ ഇബ്രാഹിം അലാ ഖൗമിഹി, ഇബ്രാഹിം നബിയെ ഭയപ്പെടുത്തിയ ആ ജനതയ്ക്കെതിരിൽ ഇബ്രാഹിം നബിക്ക് നാം കൊടുത്ത ന്യായ പ്രമാണമാണിത്. നമുക്കറിയാം, അടിസ്ഥാനപരമായ വിഷയത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്തിമ ദൂതനാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും അടിസ്ഥാനപരമായ വിഷയത്തിൽ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ സമുദായമായി. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വലഖദ് ഊഹിയ ഇലൈക വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അടിസ്ഥാനപരമായ വിശ്വാസം ഇതാകും. അടിസ്ഥാനപരമായ പ്രബോധന ദൗത്യമായി ഏൽപ്പിക്കപ്പെട്ടത് ഇതാകുന്നു. വിശുദ്ധ ഖുർആൻ 39-ാമത്തെ അധ്യായത്തിന്റെ 65-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക. രണ്ട് കാര്യങ്ങളെ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അടിസ്ഥാനപരമായി ആദം നബി മുതൽ അന്തിമ ദൂതനാകുന്ന അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ ദൂതന്മാരിലേക്കും നൽകിയ 2 സന്ദേശം. ഒന്ന് 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയ 25-ാമത്തെ വചനമാണ്. അവിടെ ഖുർആൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും ഇതാ താങ്കൾക്കും ഞാൻ വഹിയായി ദിവ്യബോധനമായി നൽകുന്നു. എന്താണ് അത്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാക്ഷ്യവചനമാണ് എല്ലാ പ്രവാചകന്മാരും. മറ്റൊരു 39-ാമത്തെ അധ്യായം 65-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ ദൂതന്മാർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലഇൻ അശ്റക്ത, ഇബാദത്ത് എന്ന് പറയുന്നത് എനിക്ക് മാത്രമാകേണ്ട വിഷയത്തിന് പകരം ഏതെങ്കിലും നിലയിലുള്ള ഒരു ബഹുദൈവത്വ വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഭയപ്പാടാണത്, പേടിയാണത്, സമർപ്പിക്കലാണത്, നേർച്ച നേരലാണത്, വഴിപാട് അർപ്പിക്കലാണത്. അങ്ങനെ എന്തെങ്കിലും ശിർക്കിന്റെ ഏതെങ്കിലും വകഭേദങ്ങൾ വിശ്വാസം കൊണ്ടോ കർമ്മം കൊണ്ടോ മൗനാനുവാദം കൊണ്ട് പോലും പാടില്ലാത്ത വിധത്തിൽ നമ്മൾ വർജിക്കേണ്ട ആ വിഷയത്തിൽ ആരെങ്കിലും അതിന് വിപരീതമായ ഒരു ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ, അല്ലയോ മുഹമ്മദ്, താങ്കൾക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും വഹി അറിയിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. അമൽ. അപ്പൊ ഈ 2 വിഷയങ്ങളാണ് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ എല്ലാ പ്രവാചകന്മാർക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ തീർച്ചയായും നമ്മുടെ പ്രമാണം, നമ്മുടെ ന്യായ പ്രമാണമാണിത്. ഇത് എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ ന്യായ പ്രമാണമാണ്. ഏത്? നാം സ്വീകരിക്കുന്ന വിശ്വാസത്തിൽ അധർമ്മം കലരാൻ പാടില്ല, അനീതി കലരാൻ പാടില്ല, അക്രമം കലരാൻ പാടില്ല. ന്യായ പ്രമാണത്തോട് യോജിക്കാത്ത ഒരു വിശ്വാസത്തെ നമ്മൾ ഒരിക്കലും കൊണ്ടു നടക്കാൻ പാടില്ല. ഇത് അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ ഭയപ്പെടുത്തിയപ്പോൾ, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇബ്രാഹിം നബിക്ക് നാം കൊടുത്ത ന്യായ പ്രമാണമാണ് ഇത് എന്ന് അല്ലാഹു തആല പറയുന്നു. എന്നിട്ട് ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ പദവികൾ നാം ഉയർത്തി കൊടുക്കുന്നു. പദവി ഉയരണമെങ്കിൽ ഈ വിശ്വാസം ശരിയാകണം. വളരെ കൃത്യമായി ആയത്തിലുണ്ട്. മുസ്ലിം ഉമ്മത്തിന് ഉയരണമെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന് പുരോഗതി കൈവരിക്കണമെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് തിരിച്ചു പിടിക്കണമെങ്കിൽ, നമ്മൾ പറയുന്ന ഒരു ഇസ്സത്തില്ലായ്മയുടെ അവസ്ഥയിൽ മുസ്ലിം ഉമ്മത്ത് പതിതരായി പോയിട്ടുണ്ടെങ്കിൽ, നിന്ദ്യരായി പോയിട്ടുണ്ടെങ്കിൽ, അവർ അങ്ങേയറ്റം പീഡിതരും മർജിതരുമായി പോകുന്നുണ്ട് എങ്കിൽ, തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായും ഖുർആൻ പറയുന്നു, നാം ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ പദവി നാം ഉയർത്തി കൊടുക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഈ വിശ്വാസത്തെ കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം. അപ്പൊ ഈ വിശ്വാസം ശരിയായവർക്ക് മാത്രം അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കിട്ടുന്ന ഒരു വിശിഷ്ടമായ പദവിയുടെ ഔന്നത്യത്തിന്റെ നിർഭയത്വപരമായ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിശ്വാസത്തെ തീർച്ചയായും ഉൾക്കൊള്ളണം. ഇന്ന റബ്ബക ഹകീമുൻ അലീം. 83-ാമത്തെ ആയത്ത്, 6-ാമത്തെ അധ്യായത്തിൽ 83-ാമത്തെ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിച്ചത് എല്ലാം വളരെ യുക്തിസഹമായി. എന്തുകൊണ്ട് വിശ്വാസത്തിൽ കലരാൻ പാടില്ല? എന്തുകൊണ്ട് വിശ്വാസത്തിൽ അക്രമം വന്നുകൂടാ? എന്തുകൊണ്ട് വിശ്വാസത്തിൽ മറ്റൊന്നിനെ നമ്മൾ കൂട്ടിക്കലർത്തിക്കൂടാ? അത് അള്ളാഹുവിന്റെ അളിമത്തിന് പറ്റില്ല, അള്ളാഹുവിന്റെ സുബ്ഹാനിയത്തിന് പറ്റില്ല, അള്ളാഹുവിന്റെ തആലിയത്തിന് പറ്റില്ല. അതാണ് വിഷയം. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് എന്ന് നമ്മൾ പറയുന്ന ആ അസ്മാഉ സിഫാത്തിന് ഒന്നും അള്ളാഹുവിന്റെ മഖ്ലൂക്കിനെ കൂടി നമ്മൾ പങ്കുചേർത്താൽ, അള്ളാഹുവിന്റെ മഖ്ലൂക്കിന് കൂടി അങ്ങനെ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്ന ശക്തികൾക്കോ വസ്തുക്കൾക്കോ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും സഹായിക്കാനും തടയാനും കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് യോജിക്കുന്ന വിഷയമല്ല. അവൻ വളരെ ഹക്കീമാണ്. ആ ആയത്തിൽ അവസാനിപ്പിച്ചിട്ട് പറഞ്ഞതാണ്, അവൻ ഹക്കീമാണ്. ഹക്കീമായതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് നമ്മുടെ ന്യായ പ്രമാണം ഇതാണ്. ഈ ന്യായ പ്രമാണത്തിന്റെ വിശ്വാസം സ്വീകരിക്കുന്നവർ നിർഭയത്വത്തോടുകൂടി സന്മാർഗദർശികളായി കൊണ്ട് മുന്നോട്ട് പോകാവുന്ന ഒരു വിശ്വാസത്തെ സ്വീകരിക്കണം. ആ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, അലീം രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞതാണ്, ഞാൻ എല്ലാം അറിയുന്നവനാണ്. നായികക്ക് 40 വട്ടം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ, കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആ വിശ്വാസത്തെ, ആ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള കർമ്മ മേഖലകളെ അതുപോലെ നമ്മൾ ശരിയാവണ്ണം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട്
ഇസ്ലാമിൻ്റെ നിയമങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും നോക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മളത് അനുഷ്ഠിക്കും, നമ്മളത് അനുവർത്തിക്കും, നമ്മളത് പിൻപറ്റുന്നവരാകും. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചത്. പക്ഷേ മുസ്ലിം ഉമ്മത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് ഈ വിശ്വാസം ശരിയാവണ്ണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നു സൂറ ആല ഇമ്രാനിൽ തന്നെ. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂൽ മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ്. ഉഹദ് എന്ന് പറയുന്ന ഒരു യുദ്ധം കഴിഞ്ഞ് പ്രതികൂലമായ അവസ്ഥകൾ നേരിടേണ്ടി വന്ന് മുറിവുകളേറെ സംഭവിച്ച് സ്വഹാബ ഉഹദിൽ നിന്ന് തിരിച്ച് മദീനയിലേക്ക് വന്നു. അല്ലാഹ് പറയണേ, ഉഹദ് ബദർ പോലെയല്ല, ബദർ വിജയിച്ചതാണ്. ഉഹദ് പരീക്ഷണത്തിന് വിധേയമായിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടായതാണ്. ആ ഉഹദ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആ ആളുകളോട് ഇനിയും നിങ്ങൾ ഇതാ ഒരു യുദ്ധത്തിന് തയ്യാറാകണം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞ മറുപടി അല്ലാഹ് പറയണേ, അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂൽ. അല്ലാഹുവിനും അവന്റെ ദൂതനും ഞങ്ങൾ എപ്പോഴും ഉത്തരം ചെയ്യും. ഞങ്ങളുടെ ശാരീരികമായ അവശതകളെ, ശാരീരികമായ പ്രയാസങ്ങളെ, ശാരീരികമായിട്ടുള്ള വേദനകളെ, ശാരീരികമായി ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ പ്രയാസകരമായിട്ടുള്ള മുറിവുകൾ, ഖുർആൻ പറയാ, അവർക്ക് മുറിവുകൾ സംഭവിച്ചതിന് ശേഷവും അവർ പറഞ്ഞത് അള്ളാഹുവിനും അവന്റെ ദൂതനും ഞങ്ങൾ ഉത്തരം ചെയ്യും. അത് ഞങ്ങളുടെ ബാധ്യതയാണ്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാനിങ്ങനെ നിർത്തണം എന്താണെന്നോ, ഞാൻ നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാന്റെ നിയമവും അള്ളാന്റെ ഖുർആന്റെ ആയത്ത് മോദി കേൾപ്പിച്ചിട്ട് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ? എനിക്ക് അങ്ങനെ കഴിയുള്ളൂ, എന്നെ കൊണ്ട് അങ്ങനെ സാധിക്കുള്ളൂ, ഇത് അള്ളാഹും അവൻ റസൂലും പറഞ്ഞതാ, എനിക്ക് അപ്രകാരം പറ്റുള്ളൂ എന്ന് പറയാൻ നമുക്ക് കഴിയോ? ഇല്ല, സ്വഹാബ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഉത്തരം ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല പറയണേ, ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അളീം. നന്മകൾ കൊണ്ട് മുന്നേറാൻ സന്നദ്ധമായ ഒരു വിഭാഗം ആളുകളാണ് വിശ്വാസികൾ. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ നിലനിർത്തിക്കൊണ്ട് മുന്നേറാൻ തയ്യാറുള്ളവരാണ് വിശ്വാസികൾ. അവർക്ക് അതുകൊണ്ട് തന്നെ മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയണേ, യഅല്ലദീന ഖാല ലഹുമുൻ നാസ്. ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. വലിയ ഒരു ജനവിഭാഗം നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിരിക്കുന്നു, നിങ്ങൾ ആ ജനങ്ങളെ ഭയപ്പെടണമെന്ന് പറഞ്ഞു, പേടിക്കണമെന്ന് പറഞ്ഞു. വലിയ അതാണ് അഹ്സാബ്. അഹ്സാബ് യുദ്ധത്തിന് വേണ്ടി അഹ്സാബ് സഖ്യകക്ഷികൾ മുഴുവൻ, ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന സഖ്യകക്ഷികൾ മുഴുവൻ സംഘടിച്ചിരിക്കുന്നത്. ആ സംഘടിച്ചിരിക്കുന്നതിനെ മദീനയിലുള്ള മുനാഫിക്കുകളും മദീനയിലുള്ള ജൂതന്മാരും മദീനയിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ആളുകളും വന്നിട്ട് വലിയ മുറിവുകൾ പറ്റി വലിയ പ്രയാസത്തിലായിരിക്കുന്ന സഹാബത്തോട് വന്ന് പറഞ്ഞതാണ്, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും ഫഖ്ശൗഹും. ജനങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്കെതിരിൽ സംഘടിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ ഭയപ്പെട്ടേ പറ്റൂ, നിങ്ങൾ അവരെ പേടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഫസാദഹും ഈമാന. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പേടിയില്ലാതാണ്. അങ്ങനെ തന്നെ പറഞ്ഞത്, പേടിയില്ല, പേടി അല്ലാഹുവിനെ മാത്രമേ ഉള്ളൂ. അതാണ് ഒരു വിശ്വാസിയുടെ ധൈര്യം, ഒരു വിശ്വാസിയുടെ സ്ഥൈര്യം. അതാണ് പേടി, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാം അറിയുന്ന സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആല ആ സ്വഹാബയെ സാക്ഷ്യപ്പെടുത്തുന്നു, അവർക്ക് ഈമാനാണ് വർദ്ധിച്ചത്. അവരെന്താ പറഞ്ഞത്? വഖാലു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഇതാണ് ഈമാൻ കൊണ്ടുണ്ടാകേണ്ട ഗുണഫലം. പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറയാനുള്ള ഈമാൻ ഉണ്ടാകണം. അത് വെറുതെ ഉള്ള ജാറത്തിന്റെയും ഉള്ള ഔലിയാക്കന്മാരുടെയും ഉള്ള എല്ലാവിധ ശിർക്കിന്റെയും കൂടെ നടന്നിട്ട് അല്ലാഹു മതി എന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും അതിന്റെ നിർണായകമായ സമയത്ത് കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ കഴിയില്ല. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. അല്ലേ, സൂറത്ത് ഇബ്രാഹിമിന്റെ 27-ാമത്തെ ആയത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കാൽപാദങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ ഖൗലു സാബിത്ത്, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതിലൊരു അന്യായവും വരാൻ പാടില്ല, അതിലൊരു അക്രമവും വരാൻ പാടില്ല, അതിലൊരു ക്രമക്കേടും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു കൃത്യമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്വഹാബ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി വനിഅമൽ വകീൽ.
ഭരമേൽപ്പിക്കാൻ എത്രയോ നല്ലവനാണ് അവൻ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറ ആല ഇംറാനിലെ 172-ാമത്തെയും 173-ാമത്തെയും വചനത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തെ ശരിയാവണ്ണം ഒരു കലർപ്പുമില്ലാതെ സ്വീകരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനെ മാത്രം ഭയപ്പെടുകയും അവനെക്കുറിച്ചുള്ള ഭയം അവൻ്റെ കൽപ്പനകളെ ശിരസ വഹിച്ച് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു എന്ന് പറഞ്ഞ ആ ഒരു ഇസ്ലാമികമായ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, അത് മുറുകെ പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അത് മാത്രമായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സമാശ്വാസം കിട്ടുക, സമാധാനം കിട്ടുക, രക്ഷയായി തീരുക. തീർച്ചയായും അതുകൊണ്ട് മാത്രമേ നമ്മൾ പാരത്രികമായ ലോകത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ രക്ഷാ മോക്ഷം നമ്മൾ ആഗ്രഹിക്കേണ്ടതുള്ളൂ. അല്ലാഹു തആല കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم وسلام على المرسلين والحمد لله رب العالمين. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം യഥാവിധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുക. യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ മരണത്തെ കണ്ടുമുട്ടാനുള്ള പരിശ്രമം വിശ്വാസപരമായും അനുഷ്ഠാനപരമായും ജീവിതത്തിലുടനീളം നമ്മൾ ഓരോരുത്തരും കൈക്കൊള്ളണം എന്ന് ആദ്യമായി സ്വന്തത്തിന് ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുകും അൻ യുളഹി ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരി. ദുൽഹിജ്ജ മാസം ആഗതമായാൽ ഉദ്ഹിയ്യത്ത് അർക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ പിന്നീട് അവൻ്റെ നഖവും മുടിയും നീക്കം ചെയ്യാതിരിക്കട്ടെ, പിടിച്ചു വെച്ചുകൊള്ളട്ടെ. ഫൽയുംസിക്, അവൻ അതിനെ മുറിച്ചു കളയാതിരിക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു. മറ്റൊരു സമയത്ത് ഇദാ ദഖൽതൽ അശർ, ദുൽഹിജ്ജയുടെ അവസാനത്തെ ദുൽഹിജ്ജയുടെ ആദ്യ 10 അത് പ്രവേശിച്ചാൽ, അഥവാ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ, വഅറാദ അഹദുകും അൻ യുളഹിയ, നിങ്ങളിൽ ആരെങ്കിലും ഉദ്ഹിയ്യത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ശൈഅ. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവൻ്റെ മുടിയോ അവൻ്റെ തൊലിയോ എന്നാണ് അവിടെ പറഞ്ഞത്. അതേപോലെയുള്ളത് അഥവാ നഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ മുറിക്കലുകൾ ഒഴിവാക്കിക്കൊള്ളട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നാണ് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ദുൽഹിജ്ജയിലേക്ക് നാം പ്രവേശിക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച പറയേണ്ട ഒരു സുന്നത്തായത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക, കഴിവിൻ പരമാവധി അവ ഓർത്ത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഉദ്ഹിയ്യത്ത് മഹത്തായ ഒരു കർമ്മമാണ്. സാധ്യമായ ആളുകളെല്ലാവരും ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. നിർബന്ധമാണ് എന്ന് ഞാൻ പറയുന്നില്ല, നിർബന്ധമായിട്ട് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുമില്ല. അവർ പറയാറുണ്ട്, ഞങ്ങളിൽ സൗകര്യമുണ്ടായിട്ടും ഞങ്ങളിൽ ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഉദ്ഹിയ്യത്ത് അർക്കാത്ത വർഷങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വാജിബായ ഒരു കർമ്മമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒഴിഞ്ഞു നിന്ന വർഷങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമാണെന്ന് പറയുന്നില്ല, പക്ഷേ വളരെ പുണ്യകരമായ മഹത്തായ ഒരു അമലാണ് ഉദ്ഹിയ്യത്ത്. സാധ്യമായ ആളുകളെല്ലാം അതിൻ്റെ നിയമാനുസൃതമായിട്ട്, ആടാണെങ്കിൽ ഒരാളാണ്, മാട് ഒട്ടകങ്ങളാണെങ്കിൽ 7 പേര് വരെ ആകാം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ജാഗരൂകരാകുക, ഉത്സാഹം കാണിക്കുക, പരമാവധി അതുമായി ബന്ധപ്പെടുക. പക്ഷെ ഇതിന് ഒരു വാശിയുടെയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, അതൊന്നുമല്ല. ഇതൊരു സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാമെന്ന് പറയുന്ന പ്രതീകാത്മകമായിട്ടുള്ള ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. ആ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ തീർച്ചയായും നമ്മൾ പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന്. ആ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും കീഴടങ്ങിക്കൊള്ളാം.
ആ ഉരുവിനെ നമ്മൾ മറിച്ച് കീഴ്പ്പെടുത്തി അതിനെ അറുക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരെ, അങ്ങനെ മരിക്കേണ്ടി വന്നാൽ മരണം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിക്കാൻ സന്നദ്ധമാണ് എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ആശയമുള്ള മഹത്തായ ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ കർമ്മം നിർവഹിക്കുക. വിശ്വാസത്തെ ശരിയാം വണ്ണം മുറുകെ പിടിച്ചുകൊണ്ട് അമലുകളെ നിസാരവൽക്കരിക്കാതെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധമാക്കുക. വേറെ ആളും കാണുന്നില്ലായിരിക്കാം, ഞാനീ പറഞ്ഞു പോകുന്നത് എൻ്റെ ജീവിതം നിങ്ങളാരും കാണുന്നില്ലായിരിക്കാം, എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നു നിങ്ങളുടെ ജീവിതം ഞാൻ കാണുന്നില്ലായിരിക്കാം. പക്ഷെ എല്ലാം കാണുന്ന ഒരുവനിലേക്ക് വേണ്ടിയുള്ള യാത്രയിലാണ് നമ്മളെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. പരമാവധി നമ്മൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും പറയുന്നതും രണ്ടുപേരും നമ്മുടെ ഇരുവരുടെയും ജീവിതത്തിൽ നിലനിർത്തണം. നമ്മുടെ മക്കളെ നമ്മൾ ആ രൂപത്തിലേക്ക് എപ്പോഴും ട്രെയിൻ ചെയ്യിച്ച് ആ മാർഗത്തിൽ നമ്മൾ അവർ വളർത്തിക്കൊണ്ടുവരണം. ഈ ഉമ്മത്തിന് അത് തിരിച്ചു പിടിക്കുന്നിടത്ത് മാത്രമാണ് യഥാർത്ഥമായ അതിൻ്റെ മോശവും യഥാർത്ഥമായ അതിൻ്റെ ഇസ്സത്തും ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവുക എന്ന് തിരിച്ചറിയണം. അല്ലാഹു തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധേനയും അല്ലാഹു തആല നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ഈ ഇന്ത്യ രാജ്യത്ത് വരാനിരിക്കുന്ന അതിൻ്റെ റിസൾട്ടുകളിൽ സമാധാനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും ഒരവസ്ഥ വിശേഷം അല്ലാഹു തആല ഉണ്ടാക്കുമാറാകട്ടെ. ശത്രുക്കളാകുന്ന ആളുകൾ അല്ലാഹു തആല നാമാവശേഷമാക്കുമാറാകട്ടെ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു തആല തകർത്ത് കളയുമാറാകട്ടെ. അവരുടെ എല്ലാ വിധത്തിലുമുള്ള അസത്യങ്ങളെയും എല്ലാ വിധത്തിലുമുള്ള അക്രമങ്ങളെയും അല്ലാഹു തആല നാമാവശേഷമാക്കുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സ്നേഹിക്കുന്ന ഇസ്ലാമികമായ ദഅവത്തും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളും ഒക്കെ നിർവഹിക്കാവുന്ന സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ ഇന്ത്യ രാജ്യത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അല്ലാഹു തആല നിലനിർത്തുമാറാകട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ അല്ലാഹു തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകളോ ന്യൂനതകളോ കുറവുകളോ ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല അതെല്ലാം പരിഹരിച്ച് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി അവൻ സ്വീകരിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹു തആല പ്രത്യേകമായ കരുണ ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളും തലമുറകളും അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് അവരുടെ പ്രാർത്ഥനകളും അവരുടെ പ്രവർത്തനങ്ങളും വലിയൊരു ആശ്വാസമായി നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم احينا بالقرآن والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. نجنا مما نخاف ونحذر. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك يا أرحم الراحمين.